to God, living Christ-ലേക്ക് നിങ്ങളെ ഏവരെയും ഞാൻ ചേർന്ന് സഹദം ചെയ്യാണ്. ഒരിക്കൽ കൂടെ ഈ തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന വലിയ കൃപയ്ക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. എങ്കിൽ പ്രാരംഭമായിട്ട് ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്ന സഹോദരിക്കും കുടുംബത്തിനുമായി നാം ചേർന്ന് പ്രാർത്ഥിക്കുവാൻ പോകുന്നു. കോട്ടയം ജില്ലയിൽ വടവാതൂർ സ്വദേശിയായിരിക്കുന്ന സഹോദരിയും കുടുംബവുമാണ് ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. എങ്കിൽ ഈ സഹോദരി തങ്ങളുടെ അതേ പേരോ മറ്റൊരു കാര്യങ്ങളോ വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നില്ല. പ്രിയരെ, നാം ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടവരാണ്. എങ്കിൽ വേഗത്തിൽ കണ്ണുകൾ അടച്ചട്ടെ. നാം ഒരുമിച്ച് ചേർന്ന് ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുന്നു. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല പിതാവേ, ഈ ദിവസങ്ങളിൽ അങ്ങയുടെ കരുതലും പ്രൊട്ടക്ഷനും ഈ കുടുംബത്തിൻ്റെ മേളിൽ വെളിപ്പെടുന്നതോർത്ത് ഞാൻ നിങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു കർത്താവേ. എങ്കിലും മാനിച്ചുയർത്തിയാട്ടെ. ആയിരിക്കുന്നിടത്തെല്ലാം ദൈവത്തിൻ്റെ കരുതലും ജോലിയിലും ദൈവത്തിൻ്റെ വലിയ അതേ കരുതലും വെളിപ്പെടുന്നതിനായി ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു. വലിയ ഉയർച്ചയ്ക്കായി ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. അനേകരുടെ മധ്യത്തിലങ്ങ് മാനിച്ചാട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ സഹോദരിയും കുടുംബത്തെ ഞങ്ങളുടെ കരത്തിൽ ഏൽപ്പിക്കുന്നു. വലിയ അത്ഭുതങ്ങൾ ആ കുടുംബത്തിന് ചെയ്താട്ടെ. യേശുവിൻ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വലുത് ഞങ്ങൾ കേൾക്കാൻ പോകുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. എങ്കിൽ വലിയൊരു ഉറപ്പോടെ ഇന്നത്തെ വചനത്തിലേക്ക് കടന്നു വന്നാട്ടെ. ഞാൻ നിങ്ങളുടെ മേളിൽ നിൽക്കാനല്ല വന്നത്, ഞാൻ നിങ്ങളെ ശുശ്രൂഷിക്കാനൂടെ ആയിരിക്കുന്നു. ഹല്ലേലൂയ. ഒരു പേഷ്യന്റിനെ ഒരു നേഴ്സ് ശുശ്രൂഷിക്കുമ്പോൾ ഹല്ലേലൂയ അദ്ദേഹം മടങ്ങിക്കൊടുത്തില്ലെങ്കിൽ, അദ്ദേഹം തയ്യാറായില്ലെങ്കിൽ ആ നേഴ്സിന് വലിയ ബുദ്ധിമുട്ടായി തീരും. ഹല്ലേലൂയ. പക്ഷേ ഇന്ന് ഇവിടെ ആയിരിക്കുന്ന എല്ലാവരും അതേ ഈ തീരുമാനത്തോടായിരിക്കുന്നവർ ഞാൻ കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ. എങ്കിൽ എത്ര പറയും, ദൈവവചനത്തിന് മാറ്റമില്ല. ഓ, ദൈവവചനം അതേ ജീവനും ചൈതന്യമുള്ളതാണ്. ഓ, ഇതേത് ഇരുതലവാളിനേക്കാൾ മൂർച്ചയേറിയതാണ്. ദൈവവചനം എവിടെ വെളിപ്പെടുന്നുണ്ടോ അവിടെ ആ ജീവൻ വെളിപ്പെടും. ഹല്ലേലൂയ. ഓ, കരമുയർത്തി ഒന്നോടെ നന്ദി പറഞ്ഞാൽ, ഓ, ഈ വചനം പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അതിന്റെ കാര്യം തികച്ചിട്ട് തിരിച്ചു പോകത്തോളൂ. ഓ, ഇന്ന് വചനം പുറപ്പെടുന്നുണ്ടെങ്കിൽ അത് അതിൻ്റെതായ കാര്യം തികച്ചേ പോകത്തോളൂ. ഓ, വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ വചനം ചിലവർക്ക് വേണ്ടി പുറപ്പെടാൻ പോവുകയാണ്. ഈ വചനം ചിലർക്ക് വേണ്ടി സൃഷ്ടിക്കാൻ പോവുകയാണ്. കർത്താവിന്റെ വചനം പറയുന്നു, അവന്റെ വായിൽ നിന്ന് പുറപ്പെട്ട വചനം ഉണ്ടാകട്ടെ എന്നുള്ള വചനം. എങ്കിൽ ഇന്ന് ചിലർക്ക് വേണ്ടി ചില സൃഷ്ടിപ്പുകൾ വെളിപ്പെടാൻ പോവുകയാണ്. ഈ വചനം എത്ര പേർ ഇന്ന് പകൽ സ്വീകരിക്കാൻ തയ്യാറാകും? ഇന്ന് രാത്രിയും ഇവിടെ പ്രസംഗിക്കുന്നത് ഏതോ മതത്തിന്റെ സുവിശേഷമല്ല, ഇത് രാജ്യത്തിന്റെ സത്യ സുവിശേഷമാണ്. രാജ്യത്തിന്റെ സത്യ സുവിശേഷമാണ്. ഒരു സംഘടന ഉയർത്താനല്ല നമ്മൾ നിൽക്കുന്നത്. ഒരേ ഒരു നാമം മാത്രമേ ഇന്ന് രാത്രിയും ഇതിനകത്ത് ഉയർത്തപ്പെടുന്നത്. ഈ സെക്കൻഡ് മുതൽ അതിന്റെ വീര്യം, അതിന്റെ ശക്തി ചിലപ്പോൾ തിരിച്ചറിയാൻ തുടങ്ങും. ഓ, ഇത് പുറപ്പെടാൻ തുടങ്ങിയ സത്യം. ഹല്ലേലൂയ. എങ്കിൽ ഹല്ലേലൂയ എത്ര പറയും, ഞാൻ പുതിയ നിയമത്തിലാണ് നിൽക്കുന്നത്. ഓ, ദ ബെറ്റർ കവനന്റിൽ ഞാൻ നിൽക്കുന്നു. ഓ, ഹല്ലേലൂയ. പഴയതിനെ മാറ്റുവാനായിട്ട് ഹല്ലേലൂയ, പഴയത് നന്നായിരുന്നെങ്കിൽ ഒരിക്കലും ഒരു പുതിയത് ഉണ്ടാകത്തില്ലായിരുന്നു. എന്നോട് ചേർന്ന് വേഗത്തിൽ വചനത്തിലേക്ക് കടന്നു വന്നാണ്. എബ്രായർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം അതിന്റെ 6-7 വാക്യങ്ങളിലേക്ക്. ഒന്നാമത്തെ നിയമം കുറവില്ലാത്തതായിരുന്നു. ഒന്നാമത്തെ നിയമം കുറവില്ലാത്തത് ആയിരുന്നു. എങ്കിൽ രണ്ടാമത്തേതിന് ഇടം അന്വേഷിക്കുകയില്ലായിരുന്നു. എങ്കിൽ രണ്ടാമത്തേതിന് ഇടം അന്വേഷിക്കുകയില്ലായിരുന്നു. ഹല്ലേലൂയ.
എത്ര പറയുന്നു രണ്ടാമതൊരു പുതിയ നിയമം വരാൻ കാരണം ഒന്നാമതുള്ളത് കുറവുള്ളതായിരുന്നു. ഹല്ലേലൂയ. അതിനെ കുറവ് തീർക്കുവാനായിട്ട് എന്നേക്കുമായി ഒരു മഹാപുരോഹിതൻ വെളിപ്പെട്ടോ. ഹല്ലേലൂയ. പുതിയ നിയമ ശുശ്രൂഷയിലേക്ക് ഞാൻ വേഗത്തിൽ വരുമ്പോൾ ഞാൻ പറയാം. ഹല്ലേലൂയ. പുതിയ നിയമ ശുശ്രൂഷയിൽ യാഗങ്ങൾ നിന്നുപോയി. ഹല്ലേലൂയ. ഏക യാഗമായി ഇത് തീർന്നു. ഹല്ലേലൂയ. രണ്ടാമത്തെ കാര്യം ഞാൻ വ്യക്തമായി പറയാം, അവിടെ ആലയങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ഇല്ലാതെ മാറി. പുതിയ നിയമത്തിൽ വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ അവൻ വാസമർപ്പിച്ചു. ഹല്ലേലൂയ. സ്വീകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ സെക്കൻഡ് മുതൽ നിങ്ങൾ സ്വീകരിക്കണം. ഇതാണ് ബെറ്റർ കവനന്റ് എന്ന് പറയുന്നത്. പുതിയ നിയമ ശുശ്രൂഷകരിലേക്ക് അവൻ നമ്മളെ തിരഞ്ഞെടുത്തത് ഓർത്ത് കർത്താവിന് നന്ദി പറയുകയാണ്. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. എങ്കിൽ അവിടെ മൂന്നാമത്തെ കാര്യം, പുരോഹിതന്മാരുടെ ഇമ്പോർട്ടൻസ് അവിടെ തീർന്നു. എന്നേക്കുമായി ഒരു മഹാപുരോഹിതൻ അവിടെ വെളിപ്പെട്ടു. ഹല്ലേലൂയ. ഓ ഖരമടിച്ചതിനെ സ്വീകരിക്കാൻ പറ്റും. പുരോഹിതന്മാർക്ക് പിന്നെ സ്ഥാനമില്ലാതായി. യേശു എന്നേക്കുമായി ഒരു പുരോഹിതനായി മാറി. ഓ ഹല്ലേലൂയ. കർത്താവിന് നന്ദി പറയാൻ തയ്യാറായാണ്. ഓ ഹല്ലേലൂയ. അപ്പോൾ ഹല്ലേലൂയ കർത്താവിനെ കാണിച്ച ഒരു വലിയ കാര്യമുണ്ട്. എനിക്ക് സമയം വളരെ കുറവാണ്, അതുകൊണ്ട് ഞാൻ വേഗത്തിൽ മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. എന്താണ് പഴയ അതേ ഹല്ലേലൂയ നിയമം പുതിയ നിയമം എന്നുള്ളത് ഞാൻ ജസ്റ്റ് 1-2 വാക്യങ്ങളിൽ തൊടാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ഈ പഴയ നിയമം മനസ്സിലാക്കിയ പുതിയ നിയമത്തിന്റെ മഹത്വം തിരിച്ചറിയത്തോളം എങ്കിൽ പുറപ്പാട് പുസ്തകത്തിലേക്ക് വേഗത്തിൽ വന്നാൽ പുറപ്പാട് പുസ്തകം 23-ന്റെ 25, 26 വാക്യങ്ങൾ. നിങ്ങളുടെ ദൈവമായ യഹോവയെ തന്നെ സേവിപ്പീൻ, എന്നാൽ അവൻ നിന്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കും. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കളെ, ഞാൻ നിങ്ങൾ ഒരു മർമ്മം കൂടി ഇതിനകത്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പഴയ നിയമം എന്ന് പറയുന്നത് ഒരു രാജ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഭാഗം ജനങ്ങൾക്ക് വേണ്ടി മാത്രമാണ് വെളിപ്പെട്ടെന്നുള്ളത്. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി മാത്രം ദൈവം പ്രവർത്തിച്ചു കൊണ്ടിരുന്നു എന്നുള്ളത് കാണാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. അതെ, ആ പഴയ നിയമത്തിൽ അവരോട് കൊടുത്തിരുന്ന ചില കൽപ്പനകളിൽ ഒന്നാണ് ഇപ്പോൾ വായിക്കുന്നത്. ഹല്ലേലൂയ. വേഗത്തിൽ വായിച്ചാട്ടെ. യഹോവയെ തന്നെ സേവിപ്പീൻ, എന്നാൽ അവൻ നിന്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കും. രോഗങ്ങളെ നിന്റെ നടുവിൽ നിന്ന് അകറ്റിക്കളയും. ഗർഭം അനശുദ്ധങ്ങളും മച്ചിയും നിന്റെ ദേശത്ത് ഉണ്ടാക്കിയില്ല. നിന്റെ ആയുഷ്കാലം ഞാൻ പൂർത്തിയാക്കും. നിന്റെ ഭീതിയെ ഞാൻ നിന്റെ മുമ്പിൽ അയച്ചു. നീ ചെല്ലുന്നിടത്ത് ജാതികളെയൊക്കെ അമ്പരിപ്പിക്കുകയും നിന്റെ സകല ശത്രുക്കളെയും നിന്റെ മുമ്പിൽ നിന്ന് ഓടിക്കുകയും ചെയ്യും. ആ വാക്യങ്ങൾ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാണ്. ഈ വാക്യങ്ങളിൽ കാണുന്ന എന്താണെന്ന് അറിയുമോ? അടിമ വീട്ടിൽ നിന്ന് അതെ തന്റെ ജനത്തെ അവൻ പുറപ്പെടുവിച്ചു കൊണ്ടുവരുമ്പോൾ അവർക്കൊരു പ്രോമിസ് ലാൻഡ് കൊടുത്തു. ഹല്ലേലൂയ. ഒരു കാനാൻ ദേശം കൊടുത്തു. ഹല്ലേലൂയ. എന്നിട്ട് പറഞ്ഞു, ഇനി നിങ്ങളുടെ ഇടയിൽ ഹല്ലേലൂയ രോഗികൾ ഉണ്ടാകത്തില്ല. ഇന്നും ഹല്ലേലൂയ പഴയ നിയമത്തെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഓ ബെറ്റർ കവനന്റിലാണ് ഞാൻ നിൽക്കുന്നത്. അന്ന് നിങ്ങളുടെ ഇടയിൽ രോഗികൾ ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞാൽ ഇന്നും ഇതിനകത്ത് ആരൊക്കെയോ രോഗികളായിരിക്കുണ്ട്. ഹല്ലേലൂയ. പഴയതിനേക്കാൾ പുതിയത് എത്ര മേന്മേറിയതാണ്. ഇന്ന് പകൽ നീ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അവന്റെ അടിഘടനാലുള്ള സൗഖ്യം 2013 വർഷങ്ങൾക്ക് മുമ്പേ അത് നടന്നു എന്നുള്ളത് സത്യമാകുകയാണ്. ഇപ്പോൾ തന്നെ ഈ സമാരാധനയിൽ നിനക്ക് സ്വീകരിക്കാം. പഴയതിനേക്കാൾ പുതിയത് മേന്മേറിയതാണ്. ഓ ഒന്ന് സ്വീകരിക്കാമെങ്കിൽ സ്വീകരിച്ച് എന്നോട് ചേർന്ന് വേഗത്തിൽ ഒരു വാക്യം കൂടെ. അല്ലെങ്കിൽ പഴയ നിയമം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണം. 105-ാം സങ്കീർത്തനം അതിന്റെ 37-ാമത്തെ വാക്യം. അവൻ അവരെ വെള്ളിയോടും പൊന്നിനോടും കൂടെ പുറപ്പെടുവിച്ചു. അവൻ അവരെ വെള്ളിയോടും പൊന്നിനോടും കൂടെ പുറപ്പെടുവിച്ചു. അവരുടെ ഗോത്രങ്ങളിൽ ഒരു ബലഹീനനും ഉണ്ടായിരുന്നില്ല. അവരുടെ ഗോത്രത്തിൽ ഒരു ബലഹീനനെ പോലും കണ്ടതായി കാണുന്നില്ല. ഇന്ന് എത്ര പേർക്ക് കർത്താവിനെ നന്ദി പറയാൻ കഴിയും? പഴയ നിയമം, ഓൾഡ് ടെസ്റ്റമെന്റ്, പഴയ കവനന്റിൽ ഇങ്ങനെ ഒരു വെളിപ്പാടിലാണ് ദൈവം തന്റെ ജനത്തെ ഇങ്ങനെയാണ് നടത്തിയത്. ഹല്ലേലൂയ. അവൻ അവരെ പുറപ്പെടുവിച്ചത് വെള്ളിയോടും പൊന്നിനോടും കൂടെയാണ്. അവരുടെ ഇടയിൽ ഒരുത്തൻ പോലും ബലഹീനനില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ രോഗികളില്ലായിരുന്നു. എങ്കിൽ ഞാൻ നിൽക്കുകയാണ്. പുതിയ നിയമം എത്ര വലുതാണ് പ്രിയരെ. ഇന്ന് പകൽ ആരാധന സ്വീകരിക്കാൻ കഴിയും. പഴയ നിയമത്തിൽ ദൈവത്തിന്റെ കീഴിലായിരുന്നപ്പോൾ പകൽ മേഘസ്തംഭമായിട്ട് രാത്രി അഗ്നിസ്തംഭമായിട്ട് ശത്രു തൊടാതെ അവനെ കാത്തു. എങ്കിൽ പുതിയ നിയമത്തിൽ അവൻ വാസമർപ്പിച്ചുകൊണ്ട് പറയുന്നു, നിന്റെ മുമ്പിൽ ഒരുത്തരം നിൽക്കത്തില്ല. പഴയ നിയമത്തിൽ അവൻ ജോഷുവയോട് പറഞ്ഞു, നിനക്ക് മുമ്പിൽ ഒരു വ്യക്തി പോലും നിൽക്കുകയില്ല. എങ്കിൽ പുതിയ നിയമത്തിൽ പറയുന്നു, ഞാൻ നിനക്ക് മുമ്പായി വ്യാപരിക്കാൻ പോവുകയാണ്. കർത്താവിനെ നന്ദി പറയാൻ തയ്യാറാണ് ഇന്ന് പകൽ. പക്ഷെ എന്താ കുഴപ്പമെന്നറിയാമോ? നമ്മളിന്നും ബലഹീനരാണ്, നമ്മളിന്നും രോഗികളാണ്, നമ്മുടെ വഴിയെല്ലാം അടങ്ങുന്നതാണ് ഇപ്പോഴും പറയുന്നത്. കാരണം എന്താണെന്നറിയാമോ? ഹല്ലേലൂയ. യോഹന്നാന്റെ ലേഖനത്തിൽ പറയുന്നു, പിശാച് അവൻ കള്ളം പറയുന്നവനും അതെ അവന്റെ ഭോഷ്ക് പറയുന്ന അപ്പനുമാണ്. ഹല്ലേലൂയ. കാരണം എന്താണെന്നറിയാമോ? ചെറുപ്രായത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളോട് നമ്മൾ പറയാറുണ്ട്, കുഞ്ഞു അതെ അപ്പ അത് വേണമെന്ന് പറയുമ്പോൾ നമ്മൾ പറയും, മോനെ അപ്പന്റെ കയ്യിൽ പൈസ ഇല്ല, പോക്കറ്റിൽ പൈസ ഉണ്ട്.
പക്ഷെ മേടിച്ചു കൊടുക്കാൻ അത് മനസ്സിലാത്തത് കൊണ്ട് ഇതേപോലെയാണ് നമ്മൾ ദരിദ്രരാണ്. ഹല്ലേലൂയ. ഇങ്ങനെയുള്ള അതേ കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ മുമ്പോട്ട് വിടുമ്പോൾ ഹല്ലേലൂയ ഇവൻ ദാരിദ്ര്യത്തിൽ ജനിക്കുന്നു, അതെ ഹല്ലേലൂയ മുമ്പോട്ട് വളർച്ചയിലും അവൻ പറയുന്നു അതെ എൻ്റെ വീട്ടിൽ പൈസ ഇല്ല. ഹല്ലേലൂയ. ഇത് പോഷ്കിന്റെ അതേ കാര്യമാണ്. പക്ഷെ വാസ്തവത്തിൽ നമ്മുടെ കുഞ്ഞിനെ നമുക്ക് വേണ്ട രീതിയിൽ വളർത്താൻ കഴിയുമായിരുന്നു. ഇതേപോലെയാണ് പിശാച് പറഞ്ഞിരിക്കുന്നത്, നിനക്ക് രോഗമുണ്ട്, സത്യമാണ്. പ്രതികൂലമുണ്ട്, അത് സത്യമാണ്. ഹല്ലേലൂയ. ബന്ധനമുണ്ട്, പോരാട്ടമുണ്ട്. ഹല്ലേലൂയ. പക്ഷേ പഴയ നിയമത്തിൽ ഓൾഡ് ടെസ്റ്റ്മെന്റിൽ പറയുന്നു അവരിടയിൽ ഒരു ബലഹീനൻ പോലും ഇല്ലായിരുന്നു. ഹല്ലേലൂയ. അവരുടെ ഇടയിൽ ഹല്ലേലൂയ രോഗമില്ലായിരുന്നു. ഹല്ലേലൂയ. അതേ വസ്ത്രത്തിന് ഹല്ലേലൂയ തേയ്മാനം സംഭവിച്ചില്ല. അവർ ഇട്ട ചെരുപ്പിന് പോലും അവർ വളരുന്നതനുസരിച്ച് ഈ ചെരുപ്പും വളർന്നുകൊണ്ടിരുന്നു. പക്ഷേ ബെറ്റർ കവനന്റിലേക്ക് വന്നപ്പോൾ നമ്മളവിടെ കളിപ്പിക്കപ്പെട്ട് നിൽക്കുകയാണ്. ഇന്ന് പകൽ സത്യ സുവിശേഷം പഠിച്ചു പറയുന്നു. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ അത് പ്രവർത്തികൾ ചെയ്താൽ വിശ്വസിച്ചുകൊണ്ട് ഹല്ലേലൂയ നീ അത് ചെയ്താൽ ഞാൻ ഇത് തരാമെന്ന് പറഞ്ഞു. 6 മാസത്തെ കോൺട്രാക്ട് പോലെയാണ് ഇത് എഴുതി വെച്ചിരുന്നത്. ഹല്ലേലൂയ. കോൺട്രാക്റ്റിൽ എന്തെങ്കിലും തെറ്റിച്ചാൽ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്ത് കളയുമായിരുന്നു. പക്ഷേ പുതിയ നിയമം പറയുന്നു എന്റെ വിശുദ്ധിയുടെ രക്തം നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. ഇത് കോൺട്രാക്റ്റിന്റെ സമയമല്ല, ഇത് മാറോടണച്ചു നിൽക്കുന്ന സമയമാണ്. എത്ര പേർ കർത്താവിന് നന്ദി പറയാൻ തയ്യാറാകുന്നുണ്ട്? അബ്ബാ പിതാവേ എന്ന് വിളിക്കേണ്ട പുത്രത്തിന്റെ ആത്മാവിനെ അവനുള്ളിലാക്കി വെച്ചു. ഇന്ന് ഞാൻ നിങ്ങളോട് വ്യക്തമായി പറയാം, ഹല്ലേലൂയ, ഈ സ്വസ്ഥത നിങ്ങൾ അനുഭവിക്കണമെങ്കിൽ ഹല്ലേലൂയ ഈ കവനന്റിനകത്തോട്ട് കയറണം. ബെറ്റർ കവനന്റ്. നിനക്ക് ബന്ധനമില്ല സഹോദരി, നിനക്ക് പോരാട്ടമില്ല. ഇതിനെല്ലാം കൂടെ അവൻ ക്രൂശിലോട്ട് ചുമന്നു. ഇതിനെല്ലാം അവൻ ക്രൂശിൽ ചുമന്നിട്ട് പറഞ്ഞു ഞാൻ ലോകത്തിന്റെ സകല പാപത്തിനും പരിഹാരമായി. വിശ്വസിക്കാൻ പറ്റുമോ? പക്ഷേ നമ്മളിൽ പലരും പഠിപ്പിച്ചതും നമ്മുടെ സംഘടനകൾ പലരും പഠിപ്പിച്ചതും മനുഷ്യൻ മതങ്ങളെ ഉണ്ടാക്കുകയും ചെയ്തപ്പോൾ അവർ പറഞ്ഞു നിങ്ങളിത് ചെയ്താലേ അനുഗ്രഹിക്കപ്പെടത്തോളൂ, നിങ്ങളത് ചെയ്താലേ അനുഗ്രഹിക്കപ്പെടത്തോളൂ, നിങ്ങൾ ഇത്ര മെഴുകുതിരി പറ്റിച്ചാലേ അനുഗ്രഹിക്കപ്പെടത്തോളൂ, ഇത്ര പ്രാവശ്യം മല കയറിയാലേ അനുഗ്രഹിക്കപ്പെടത്തോളൂ. ഹല്ലേലൂയ. മുട്ടിന്മേൽ ഇഴഞ്ഞാലേ അനുഗ്രഹിക്കപ്പെടത്തോളൂ. ഹല്ലേലൂയ. പഴയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവർ ചെയ്തികളിൽ നിന്നു. പക്ഷേ പുതിയ നിയമം ബെറ്റർ കവനന്റ് പറയുന്നു വിശ്വസിക്കുക മാത്രം ചെയ്യുക, വിശ്വസിക്കുക മാത്രം ചെയ്യുക, വിശ്വസിക്കുക മാത്രം ചെയ്യുക, വിശ്വസിക്കുക മാത്രം ചെയ്യുക, വിശ്വസിക്കുക മാത്രം ചെയ്യുക. വിശ്വസിക്കാമെങ്കിൽ എത്ര പറയുന്നുണ്ട് അവന്റെ അടിപ്പിണരാൽ സൗഖ്യമുണ്ട്. പാപത്തിൽ നിന്ന് ജയിക്കാൻ കഴിയുന്നില്ല പറഞ്ഞേ ഹല്ലേലൂയ. അവൻ നിന്റെ സർവ്വ പാപത്തെയും ചുമന്ന് ആ ക്രൂശിൽ മേൽ കയറിയിട്ടുണ്ട്. ഹല്ലേലൂയ. ആർ വിശ്വസിക്കാൻ തയ്യാറാകും? നിന്റെ മുമ്പിലെ വാഴികൾ തുറക്കുവാൻ അവൻ എന്നും ശക്തനായി നിൽക്കുന്നു. പക്ഷേ ഇന്നും നമ്മൾ പഴയ ആരാട്ട് പറഞ്ഞു അതേ കഥയിലാണ് നിൽക്കുന്നത്. ഹല്ലേലൂയ. ഇന്നും ദരിദ്രനാണ്, ഇന്നും കളിപ്പിക്കപ്പെട്ട നിലയിൽ നിൽക്കുന്നു. പക്ഷേ രാജ്യത്തിന്റെ സുവിശേഷം ഇതല്ല പ്രിയരെ. രാജ്യത്തിന്റെ സുവിശേഷം അത് എവിടെ പ്രവേശിക്കുന്നുണ്ടോ അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു ദൈവരാജ്യം നിങ്ങൾ അതേ സമീപിച്ചിരിക്കുന്നു. നിങ്ങൾ രോഗികളെ സൗഖ്യമാക്കുവിൻ, ഭൂതങ്ങളെ പുറത്താക്കുവിൻ, ഹല്ലേലൂയ, കുരുട്ട് കണ്ണുകളെ തുറപ്പിൻ, മരിച്ചവരെ അത് ഉയർത്തെണീപ്പിക്കാൻ. ഇത് ദൈവരാജ്യം അതേ സമീപിച്ചവർക്കാണ്. പക്ഷേ അതേ യേശു വിളിച്ചു പറഞ്ഞു ദൈവരാജ്യം നിങ്ങളുടെ നടുവിൽ വന്നിട്ടുണ്ട്, ദൈവരാജ്യം നിങ്ങളുടെ നടുവിൽ ഇന്നും നിൽക്കുകയാണ്. ദൈവരാജ്യം നടുവിലുണ്ടെങ്കിൽ പിന്നെ ഇതിനകത്ത് ബലഹീനരില്ല. ഇതിനകത്ത് രോഗിയായിട്ട് ആർക്കും തിരിച്ച് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പോകാൻ കഴിയത്തില്ല. എന്നും നിന്റെ സൗഖ്യത്തിന്റെ രാത്രിയാണ്. വാതിലടഞ്ഞാണോ നിൽക്കുന്നത് ബ്രദർ? വിശ്വസിച്ചോ? യഹൂദ ഗോത്രത്തിന്റെ സിംഹമായവൻ നിന്റെ വാതിൽ തുറക്കാൻ പോകുന്നു. പ്രവർത്തികളിൽ നിൽക്കുമ്പോൾ പുതിയ നിയമം പറയുന്നു വിശ്വസിക്കുക മാത്രം ചെയ്യുക. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഹല്ലേലൂയ. എത്ര പേർ കർത്താവിന് നന്ദി പറയാൻ തയ്യാറാകും? ഹല്ലേലൂയ. ഹല്ലേലൂയ. പഴയ നിയമം ഒരു പ്രത്യേക ജനതയുടെ മുന്നിൽ നിന്നെങ്കിൽ പുതിയ നിയമം വ്യത്യസ്തമായ മേഖലയിലേക്ക് വന്നു. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം വേഗത്തിൽ വന്നാണ്. ദൂതൻ അവരോട് ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. ഇന്ന് പകൽ ഈ വൈകിട്ട് എത്ര പേർ പറയും ദൂതൻ അന്ന് അവൻ വെളിപ്പെട്ടപ്പോൾ പറഞ്ഞു സർവ്വജനത്തിനും ഉണ്ടാകേണ്ട മഹാസന്തോഷം. Gospel is good news. എത്ര പേർ അതേ
ബാഡ് ന്യൂസ് പോലെ ഇത് കേൾക്കുന്നത് ഇപ്പോഴും. ഓ ഹല്ലേലൂയ, ഗോസ്പൽ ഗുഡ് ന്യൂസ് ആണെന്ന് പറയണമെങ്കിൽ, ഇത് രാജ്യത്തിന്റെ സുവിശേഷമാണെന്ന് പറയണമെങ്കിൽ, ഓ ഇത് സദ്വർത്തമാനമാണെന്ന് പറയണമെങ്കിൽ, പിന്നെയും നീ ഈ ഭൂമിയിൽ ബന്ധനവും പേടിച്ച് ഇരുട്ടിനെയും പേടിച്ച് നിൽക്കണ്ട. അവൻ സത്യ വെളിച്ചമായി എന്നുള്ളതാണ് സത്യം. ഒന്ന് വിശ്വസിക്കാൻ പറ്റുമോ പ്രിയരെ? ഒന്ന് വിശ്വസിച്ചതിനെ സ്വീകരിക്കാൻ കഴിയുമോ? ഓ ഇപ്പോൾ തന്നെ അത് വെളിപ്പെടാൻ തുടങ്ങുന്നുണ്ട്. ഹല്ലേലൂയ, ആർ ഇതിനെ വിശ്വസിക്കാൻ തയ്യാറാകുമോ? അവർക്ക് വേണ്ടിയാണ് ഇത് വെളിപ്പെടാൻ തുടങ്ങുന്നത്. ഓ ഹല്ലേലൂയ, കർത്താവിനോട് പറഞ്ഞോ, രാജ്യത്തിന്റെ സുവിശേഷമാണ് നിന്റെ വെളിയിൽ നിൽക്കുന്നത്. ഹല്ലേലൂയ, ഈ സത്യം തിരിച്ചറിയാൻ തുടങ്ങിയപ്പോൾ ഹല്ലേലൂയ എൻ്റെ പ്രാർത്ഥന മുറിയിൽ ഹല്ലേലൂയ ഞാൻ അത് മനസ്സിലാക്കാൻ തുടങ്ങി. ഹല്ലേലൂയ, ഏതോ മതങ്ങൾ പഠിപ്പിക്കുന്നത് ഹല്ലേലൂയ നിങ്ങൾ എന്തൊക്കെയോ ചെയ്യണമെന്നുള്ളതാണ്. ഓ നിങ്ങൾ എന്തൊക്കെയോ ധരിക്കണമെന്നുള്ളതാണ്. ഹല്ലേലൂയ, പക്ഷേ കർത്താവ് പറയുന്നു വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഞാൻ നിനക്ക് വേണ്ടിയാണ് പാടുപെട്ടത്. ഓ ഹല്ലേലൂയ, വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ സെക്കൻഡിൽ നിന്റെ സൗഖ്യം നടക്കാൻ പോകുകയാണ്. ഈ സെക്കൻഡിൽ നിന്ന് വിടുതൽ നടക്കാൻ പോകുകയാണ്. കാരണം പഴയ നിയമത്തിൽ പറയുന്നു, ഞാൻ വെള്ളിയോടും പൊന്നിനോടും അവരെ പുറപ്പെടുവിച്ചു. ഹല്ലേലൂയ, അവരുടെ ഒരു ബലഹീനൻ പോലും ഇല്ലായിരുന്നു. പക്ഷെ ഇന്ന് നമ്മൾ ബന്ധനത്തിലും വഴിയടഞ്ഞവരുമായി നിൽക്കാൻ കാരണം നമുക്ക് വിശ്വാസം എന്നുള്ളത് സത്യമായി മനസ്സിലായിട്ടില്ല. സ്വീകരിക്കാൻ എത്ര പേർ തയ്യാറാകും പ്രിയരെ? എല്ലാ കണ്ണുകളും അടച്ചേ. ഇത് ബെറ്റർ കമന്ററിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന് പറയുന്നവർ, ഞാൻ പുതിയ നിയമത്തിലാണ് അത് കാഴ്ച വഹിച്ചെന്ന് പറയുന്നവർ, ഹല്ലേലൂയ, കർത്താവിന്റെ വചനം പറയുന്നു, ഹല്ലേലൂയ, അത് ഈ ദാവീദിന്റെ പട്ടണത്തിൽ ഒരുവൻ ജനിച്ചിട്ടുണ്ട്, അത് യേശു എന്ന രക്ഷിതാവാണ്. പഴയ നിയമത്തിൽ ഒരു പ്രത്യേക ജനത്തിന് വേണ്ടി അവൻ വെളിപ്പെട്ടെങ്കിൽ പുതിയ നിയമത്തിൽ അത് സർവ്വജനത്തിനും വേണ്ടിയുള്ള മഹാസന്തോഷത്തിലേക്ക് അവൻ വെളിപ്പെട്ട് കഴിഞ്ഞു. ഇന്ന് ഞാനും നിങ്ങളും അനുഭവിക്കുന്ന ഈ സമാധാനമുണ്ടല്ലോ, ഈ സന്തോഷമുണ്ടല്ലോ, അവൻ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി മാത്രമായിരുന്നെങ്കിൽ എനിക്ക് നിനക്ക് അത് അനുഭവിക്കാൻ കഴിയുന്നില്ലായിരുന്നു. പക്ഷേ സർവ്വജനത്തിനുമായി ഒരു ബെറ്റർ കവനന്റ് വെളിപ്പെട്ടു. ആ ബെറ്റർ കവനന്റിന്റെ കീഴിലേക്ക് അതേ നമ്മൾ കയറി വരാൻ പോവുകയാണ്. ഒന്ന് സ്വീകരിക്കാൻ തയ്യാറായട്ടെ, ഒന്ന് സ്വീകരിക്കാൻ തയ്യാറായട്ടെ. ഓ റബാലമാ ശതന സതനിയ ലോഥോ റബബബബ ശതന മമബബ. ഓ ഹല്ലേലൂയ, എത്ര പറയുന്നു, ഓ പഴയതിനേക്കാൾ പുതിയത് ബലഹീനമാണെന്ന് പറയുന്നുണ്ടോ? ഇല്ല ഇല്ല, അവൻ പറഞ്ഞു കോൺട്രാക്ട് ഞാൻ മാറ്റി എഴുതി. ഓ എൻ്റെ രക്തത്തിൽ ഞാൻ പുതിയ നിയമം എഴുതി വെച്ചു. ഓ വിശ്വസിക്കുന്ന ആരുണ്ടോ അവർ മക്കളായി തീരുന്ന അതേ പദവിയിലേക്ക് മക്കളുടെ അവകാശം അവർ കൊണ്ടുപോകാൻ തയ്യാറാക്കണം. ഓ ഹല്ലേലൂയ, എല്ലാവരും ഈ ഗുഡ് ന്യൂസിനെ സ്വീകരിച്ചു തുടങ്ങി. ഗുഡ് ന്യൂസിനെ സ്വീകരിച്ചു തുടങ്ങി. എൻ്റെ വാക്ചാതുര്യമല്ല ഇതിനകത്ത് ചലിക്കാൻ പോകുന്നത്. ഓ ഹല്ലേലൂയ, വെളിപ്പെടാമെന്ന് പറഞ്ഞവൻ ഈ സെക്കൻഡ് മുതൽ ഇതിനകത്ത് വെളിപ്പെടാൻ തുടങ്ങും. വെളിപ്പെടാമെന്ന് പറഞ്ഞവൻ ഈ സെക്കൻഡ് മുതൽ ചലിക്കാൻ തുടങ്ങും. രാജ്യത്തിന്റെ സുവിശേഷത്തിന്റെ ശക്തി ഇപ്പോൾ മുതൽ വെളിപ്പെടാൻ തുടങ്ങുന്നു. എന്താണ് രാജ്യത്തിന്റെ സുവിശേഷം എന്ന് ചോദിച്ചാൽ, ഒരുത്തൻ നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ടു എന്നുള്ളതാണ്. ഒരുത്തൻ നിങ്ങൾക്ക് വേണ്ടി മരിച്ചു ഉയർത്തെണീറ്റു എന്നുള്ളതാണ്. ഓ നിങ്ങൾക്ക് വേണ്ടിയുള്ള സകല കാര്യങ്ങളും അവൻ ക്രൂശിൽ തികച്ചു എന്നുള്ളതാണ്. ഓ ഒന്ന് സ്വീകരിക്കാതെ നിന്റെ കുടുംബത്തിനകത്ത് ഇനി പോരാടണമെന്ന് പറയാൻ കഴിയത്തില്ല. കാരണം ഇത് ബെറ്റർ കവനന്റാണ്. ഓ ഹല്ലേലൂയ, നമുക്ക് പലർക്കും ഇന്നും അത് ദഹിക്കാൻ കഴിയുന്നില്ല പ്രിയരെ. നമുക്ക് പലർക്കും ഇത് പ്രാപിക്കാൻ കഴിയുന്നില്ല. ഓ ഹല്ലേലൂയ, പഴയ നിയമം ശരിയല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഞാൻ ഇന്നും പുതിയ നിയമ വിശ്വാസികളാണ്, പുതിയ നിയമത്തിലാണ് ജീവിക്കുന്നത്. എത്ര പറയും, ഓ ഈ രാജ്യത്തിന്റെ സുവിശേഷമാണ് എന്നെ ഇവിടെ എത്തിച്ചത്. ഹല്ലേലൂയ, ഈ രാജ്യത്തിന്റെ സുവിശേഷമാണ് ഇതിനകത്ത് വ്യാപരിക്കാൻ പോകുന്നത്. അതുകൊണ്ട് എല്ലാവരും പ്രാപിക്കാൻ തയ്യാറാകുക. പൗലോസ് ഹല്ലേലൂയ ഏഷ്യയിലേക്ക് സുവിശേഷമായി പുറപ്പെടാൻ തയ്യാറായി യെരുശലേമിൽ നിന്ന്. പക്ഷേ പൗലോസിനെ പരിശുദ്ധാത്മാവ് തട്ടിയിട്ട് പറഞ്ഞു, നീ അങ്ങോട്ട് ഇടത്തോട്ടല്ല പോകേണ്ടത്, വലത്തോട്ട് പോകണം. മെക്കദോനിയയ്ക്ക് പോകാൻ തയ്യാറാകുക. ഓ മെക്സിക്കോയിലോട്ട് പോകാൻ തയ്യാറാകുക. പൗലോസ് ഹല്ലേലൂയ യൂറോപ്പിലേക്ക് യാത്ര തിരിച്ചു. രാജ്യത്തിന്റെ സുവിശേഷം എവിടെ വെളിപ്പെടാൻ തുടങ്ങുന്നുണ്ടോ, ഹല്ലേലൂയ ഇത് മെക്കദോനിയയിലേക്ക് കയറാൻ തുടങ്ങി. യൂറോപ്പിൽ അത് ഈ സുവിശേഷം ചെന്നു. ഹല്ലേലൂയ, ഇന്ന് പകൽ ഈ സഭ രാജ്യത്തിന്റെ സുവിശേഷം അല്ലെങ്കിൽ ഗുഡ് ന്യൂസിൽ വിശ്വസിക്കുന്നു. ഓ ഹല്ലേലൂയ, യേശു എനിക്ക് വേണ്ടിയാണ് വെളിപ്പെടുന്നത്. എന്റെ വീട്ടിലേക്ക് വെളിപ്പെട്ടു എന്നത് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കണം. ഓ ഹല്ലേലൂയ, ഈ സുവിശേഷം യൂറോപ്പിൽ കുറെ നാൾ നിന്നു. ആ ചെറിയ കൺട്രി ഹല്ലേലൂയ അന്ന് ദാരിദ്ര്യത്തിൽ നിന്നെങ്കിലും ഈ സുവിശേഷം എവിടെ ചെല്ലുന്നുണ്ടോ, സുവിശേഷം പറയുന്നു, നീ വാനല്ല തലയാകാൻ തുടങ്ങും. ഈ സുവിശേഷം, രാജ്യത്തിന്റെ സുവിശേഷം ഏതെങ്കിലും വീട്ടിൽ കയറുന്നുണ്ടോ, പിന്നെ ആ വീട്ടിൽ അസമാധാനം മാറിയിട്ട് സമാധാനം വെളിപ്പെടാൻ തുടങ്ങും. ഓ റബാലമാ ശതന. ഓ ഹല്ലേലൂയ, മെക്സിക്കോയിൽ നിന്ന് മെക്കഡോണിയയിൽ നിന്ന് ഈ സുവിശേഷം വ്യാപരിക്കും.
ചില മാസങ്ങൾ. അതോടെ ഈ യൂറോപ്പ് പല വലിയ രാജ്യങ്ങളെ ഭരിക്കാൻ തുടങ്ങി. അല്ല, നീ തലയായി തീരും. എത്ര പേർ പറയാൻ തോന്നുന്നു? എന്റെ കൂടെ ചേർന്ന് വിശ്വസിച്ചെടുത്തോ. ഈ രാജ്യത്തിന്റെ സുവിശേഷം നിന്റെ വീട്ടിലൂടെ നിന്നോട് കയറി വരാൻ പോകുകയാണ്. ഓ ഹല്ലേലൂയ. ഈ സുവിശേഷം വിളിച്ചു പറയുന്നത് ഇനി നീ പാപമല്ല, ഇനി ഇരുട്ടെന്നല്ല പറയുന്നത്. വെളിച്ചത്തെ ചുമക്കാൻ തയ്യാറാകുക. വെളിച്ചത്തെ ചുമക്കാൻ തയ്യാറാകുക. വെളിച്ചം ഏത് മനുഷ്യനെ പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം. ഓ ഇരുട്ടിൽ ഇരിക്കാൻ പറ്റത്തില്ല. റോഷൻ ബ്രദറെ, ആരോട് ദൈവാത്മാവ് വ്യക്തമായ ആലോചന പറയുമോ? ഇനി നിന്റെ ഇരുട്ടിന്റെ വഴികളെ അതെ തുറക്കുവാൻ നിന്റെ കൂടെ ഈ സുവിശേഷം കയറി വരുമോ? ഇനി നീ പഴയ വ്യക്തിയല്ല. ഓ യൂറോപ്പിൽ നിന്നപ്പോൾ സുവിശേഷം അവിടെ സ്പ്രെഡ് ആകാൻ തുടങ്ങി. ഹല്ലേലൂയ. ഈ യൂറോപ്പ് പല രാജ്യങ്ങളെയും കാൽ കീഴിലാക്കി. അവിടെ നിന്ന് മിഷണറിമാർ യാത്ര തുടങ്ങി. അതിലൊരു മിഷണറി ഇറങ്ങിയിട്ട് അവൻ കപ്പൽ മാർഗ്ഗ യാത്ര ചെയ്യാൻ തുടങ്ങി. അവൻ പറഞ്ഞു, ഞാൻ ഒരു കട കണ്ടാൽ ഞാൻ സേവിക്കുന്ന ദൈവം അവരെ സേവിക്കും. അവർക്ക് ഈ ദൈവം സാക്ഷിയായി മാറും. ഹല്ലേലൂയ. അങ്ങനെ അമേരിക്കയിൽ ആ സുവിശേഷം എത്തി. വിശ്വസിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വിശ്വസിച്ചോ. രാജ്യത്തിന്റെ സുവിശേഷം അമേരിക്കയിലെത്തി. ആ ഹല്ലേലൂയ. മിഷണറി പറഞ്ഞു, ഇനി ഈ ദൈവമായി ഈ രാജ്യത്തെ സുവിശേഷം അതെ ഭരിക്കുവാൻ പോകുന്നത്. അവന്റെ നോട്ടിൽ പോലും ഈ രാജ്യത്തിന്റെ സുവിശേഷം കയറി. അവന്റെ കോളേജിൽ ഈ സുവിശേഷം പഠിപ്പിച്ചു. ഓ ഹല്ലേലൂയ. അവന്റെ ഇടയിൽ രാജ്യ സുവിശേഷം ഓ ഹല്ലേലൂയ നോർമലായി മാറി. അതോടെ വീണ്ടും അതെ വചനം വിളിച്ചു പറയുന്നു, ഈ സുവിശേഷത്തിൽ എവിടെ വരുന്നുണ്ടോ അവർ വാലല്ല തലയായി തീരും. പിന്നെ ഇവന്റെ കാൽ കീഴിലേക്ക് സാമ്രാജ്യം മാറാൻ തുടങ്ങി. ഓ അമേരിക്കൻ ഐക്യനാടുകൾ സുവിശേഷം നിന്നു പ്രിയരെ. ഇങ്ങനെ ഈ സുവിശേഷം ചുറ്റാൻ തുടങ്ങി. ഓ ഹല്ലേലൂയ. ഇന്ന് ഈ സുവിശേഷം ഏത് രാജ്യത്താണ് നിൽക്കുന്നത് അറിയാമോ? ഈ സുവിശേഷം ചുറ്റി ചൈനയിൽ കയറിയില്ല. ഇന്ന് എവിടെ ചെന്നാലും ചൈനയിൽ മാത്രമേ കേൾക്കാനുള്ളൂ. ചൈനയിലെത്തുന്ന സുവിശേഷം അവിടെ നിന്ന് മലയുടെ ഇടയിലൂടെ ഇന്ത്യയിലേക്കും ഇതിന് സമീപമുള്ള കൺട്രികളിലേക്ക് ഇറങ്ങാൻ തുടങ്ങും. ഓ ഇന്ന് രാത്രി ആ സുവിശേഷത്തിന്റെ ചലനങ്ങൾ മലേഷ്യയിൽ എത്തിയിട്ടുണ്ട്. ആ സുവിശേഷത്തിന്റെ ചലനം ഈ ഹോളിനകത്തും എത്തിയിട്ടുണ്ട്. ഇന്ന് രാത്രി ആരെങ്കിലും ഇതിനെ ഏൽപ്പിക്കാൻ തയ്യാറാകുന്നുണ്ടോ? നീ പിന്നെ ബലഹീനനല്ല. നിന്നെ ശക്തനാക്കുന്നവൻ സകലത്തിനും തികഞ്ഞവൻ വെളിപ്പെടുന്നുണ്ട്. നിന്നാ മതി, നിന്നാ മതി. രാജ്യത്തിന്റെ സുവിശേഷത്തിനകത്തോട്ട് നിന്നാ മതി. ഓ ഹല്ലേലൂയ. പഴയ നിയമത്തിൽ അവരിൽ ഒരു ബലഹീനൻ പോലും ഇല്ലെന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിന്റെ സുവിശേഷത്തിനകത്ത് നീ ചിന്തിക്കണ്ട. നീ യേശു എന്ന് വിളിക്കുന്നതിന് മുമ്പേ നിന്റെ രോഗശക്തി ഇറങ്ങാൻ പോകും. എത്ര പേർ കർത്താവിന് നന്ദി പറയാൻ തയ്യാറാണ്? ഇത് ബെറ്റർ കവനന്റ് ആണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു മനുഷ്യനല്ല നിനക്ക് വേണ്ടി മരിച്ചത്. സ്വന്തം പുത്രൻ നിനക്ക് വേണ്ടി വില കൊടുത്തു. സ്വന്തം പുത്രന്റെ രക്തമാണ് നിനക്ക് വേണ്ടി ഒഴുകിയിരിക്കുന്നത്. ഹല്ലേലൂയ. പിന്നെ നീ വേറെ എങ്ങും പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഈ സുവിശേഷം തന്നെ എത്തിക്കേണ്ടടുത്ത ഈ വചനം നിങ്ങൾക്ക് വലിയ അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ കൂടെ ചേർന്ന് എല്ലാവരും പ്രാർത്ഥിക്കുവാൻ തയ്യാറാകട്ടെ. ഈ സമയത്ത് നിങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുക. അത്ഭുതങ്ങൾ ഈ സമയത്ത് നടക്കുവാൻ തുടങ്ങുകയാണ്. വിശ്വസിച്ചുകൊണ്ട് അതിനെ സ്വീകരിക്കാൻ തയ്യാറാട്ടെ. കണ്ണുകൾ അടച്ചാൽ ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല പിതാവേ, ബെറ്റർ കവനൻ പുതിയ നിയമത്തിൻ്റെ അതേ ശുശ്രൂഷകരായിട്ടും പുതിയ നിയമ വിശ്വാസികളായിട്ടും ഞങ്ങളെ അങ്ങ് മാറ്റിയിരിക്കുന്നതിനായിട്ട് കർത്താവേ, വിശ്വസിക്കുന്നവരല്ലോ അങ്ങയുടെ പക്കൽ നിന്ന് ചിലത് പ്രാപിക്കുന്നു. എങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഇപ്പോൾ തന്നെ തലമുറയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങൾ ഇപ്പോൾ തന്നെ സംഭവിക്കട്ടെ. യേശു ഞങ്ങൾക്ക് വേണ്ടി മറുവിലയായതാണല്ലോ. അവൻ്റെ അത്ഭുതകരമായ കുടുംബങ്ങളിലേക്ക് ഇപ്പോൾ ചലിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ പകർച്ചവ്യാധികൾ ഹല്ലേലൂയ സ്കിൻ ഡിസീസ് പോലെ നിൽക്കുന്ന പകർച്ചവ്യാധികൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകുകയാണ്. തലമുറകളുടെ മുകളിൽ നിൽക്കുന്ന ഹല്ലേലൂയ ചൊറി ചിരങ്ങ് പോലെ നിൽക്കുന്ന സ്കിൻ ഡിസീസുകൾ ഇപ്പോൾ തന്നെ അപ്രത്യക്ഷമാകുന്നതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. നട്ടലിലുള്ള ഗ്യാപ്പുകൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകുന്നു. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ചേർന്ന് ഈ കാണുന്ന ഓരോ വ്യക്തികൾക്കും, എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികൾക്കുമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ വിദേശങ്ങളിൽ വിസ പ്രോബ്ലമായിരിക്കുന്ന ഓരോ വ്യക്തികളും അത് വിടുതൽ പ്രാപിക്കുന്നതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. വീടിന്റെ പണി തീരാതെ കുടുംബ തകർച്ചയുള്ളവർ,
സമാധാനമില്ലാത്തവർ ഇപ്പോൾ തന്നെ വിടുതൽ പ്രാപിക്കുന്ന ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. വലിയ വിടുതലുകൾ കർത്താവേ അങ്ങ് ഇവർക്ക് വേണ്ടി ചെയ്യുന്നത് ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. അത്ഭുതങ്ങൾ സംഭവിച്ചു തുടങ്ങട്ടെ. ക്യാൻസർ രോഗികൾ ഇപ്പോൾ തന്നെ സൗഖ്യമായതിനായിട്ട്, ട്യൂമറുകൾ അപ്രത്യക്ഷമാകിയാല് അല്ലെങ്കിൽ അത് ഇടിപ്പിന് കീഴോട്ട്, അരയ്ക്ക് കീഴോട്ട് നീരും വേദനയുമായിരിക്കുന്ന 2 വ്യക്തികൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകുകയാണ് യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ കണ്ണിന്റെ കാഴ്ചശക്തി ഉണ്ടാകുന്ന പ്രോബ്ലങ്ങൾ ഇപ്പോൾ തന്നെ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകാൻ കൽപ്പിക്കുന്നു. വലിയ വിടുതലുകളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. വലുതങ്ങ് ചെയ്തിരിക്കുന്നതിനായി നന്ദി പറയുന്നു കർത്താവേ. വലിയ 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 അത്ഭുതങ്ങൾ ഇപ്പോൾ തന്നെ ഇതിനകത്ത് റിലീസാകുകയാണ് കർത്താവേ. ഹല്ലേലൂയ. കടബാധ്യതയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കടം, ശാപം മുതലായത് എന്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളുടെ ജീവിതത്തിൽ ഇപ്പോൾ അഴിഞ്ഞിറങ്ങുകയാണ്. ആ കുടുംബങ്ങളിൽ അത് ഇറങ്ങിപ്പോകുന്നതിനായിട്ട് സമാധാനം, സ്വസ്ഥത ഈ കുടുംബത്തിനകത്തേക്ക് പ്രവേശിച്ചിരിക്കുന്നതിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. വലിയ വിടുതലുകൾ, വലിയ വിടുതലുകൾ, വലിയ വിടുതലുകൾ ഇപ്പോൾ തന്നെ സംഭവിച്ചിരിക്കുന്നതിനായി നന്ദി കർത്താവേ. കുടുംബങ്ങൾ സ്വസ്ഥതയിലേക്ക് വരട്ടെ, കുടുംബങ്ങൾ വിടുവിക്കപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. വലിയ അതിശയങ്ങൾ അങ്ങ് ചെയ്തതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ ഒരിക്കൽ കൂടെ താഴ്ത്തി ഏൽപ്പിക്കുന്നു കർത്താവേ. ഇപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിനോട് പറയുന്നു, അല്ലെങ്കിൽ അടിവയറിന് കിഡ്നി സംബന്ധമായിട്ട് കിഡ്നി റിലേറ്റഡ് ആയി നിൽക്കുന്ന ഒരു വ്യക്തി വളരെ ഭാരപ്പെട്ട് ഹല്ലേലൂയ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. യേശുവിൻ നാമത്തിൽ ഇപ്പോൾ തന്നെ അത് സൗഖ്യമാകട്ടെ. ഹാർട്ടിന് ഹോളുള്ള ആ തലമുറ വിടുവിക്കപ്പെടുന്നു. യേശുവിൻ നാമത്തിൽ സൗഖ്യമാകാൻ കൽപ്പിക്കുന്നു. വലിയ വിടുതലുകൾ സംഭവിക്കുന്നതിനായി നന്ദി. ഹല്ലേലൂയ. ICUയിൽ കിടക്കുന്ന 2 വ്യക്തികൾ ഇപ്പോൾ തന്നെ അത്ഭുത സൗഖ്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞതിനായി നന്ദി പറയുന്നു. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ. വേറെ വചനവും ഈ പ്രാർത്ഥനയും നിങ്ങൾക്ക് വലിയ അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനാ സഹായികൾ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. വേഗത്തിൽ വിളിച്ചറിയിച്ചാട്ടെ താഴെ കാണുന്ന നമ്പറുകളിലേക്ക്. ഈ കാണുന്ന മെയിൽ ഐഡികൾ നിങ്ങളുടെ പ്രാർത്ഥനാ വിവരങ്ങളും മറ്റുള്ള കാര്യങ്ങളും ഞങ്ങളെ വിളിച്ചറിയിച്ചാട്ടെ. അതേപോലെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വീണ്ടും ഒരു അറിയിപ്പ് അറിയിക്കുകയാണ്. ഈ എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്യപ്പെടുന്നുണ്ട്. വേഗത്തിൽ നിങ്ങൾക്ക് ആഗ്രഹമുള്ളവർക്ക് ഇപ്പോൾ തന്നെ വിളിച്ചത് ഉറപ്പാക്കാവുന്നതാണ്. ദൈവരാജ്യത്തിലും ദൈവവേലയ്ക്കുമായി സപ്പോർട്ട് ചെയ്താട്ടെ. ദൈവം നിങ്ങൾക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ പോകുന്നു. അതേപോലെ പല രാജ്യങ്ങളായി നമ്മുടെ ആരാധനകൾ നടന്നു വരുന്നുണ്ട്. ഓസ്ട്രേലിയ, സിംഗപ്പൂർ, മലേഷ്യ തുടങ്ങിയ ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളിൽ ആരാധനകൾ നടന്നു വരുന്നു. നിങ്ങളും നിങ്ങളുടെ ബന്ധുക്കളും കടന്നു വന്ന് അനുഗ്രഹം പ്രാപിച്ചാട്ടെ. അടുത്ത ആഴ്ച കാണും വരെയും വലിയവനായ ദൈവത്തിൻ്റെ വലിയ സമാധാനവും സ്വസ്ഥതയും നിങ്ങളെ കാക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.